തിരുവനന്തപുരം കാട്ടാക്കടയിൽ പുലി ഇറങ്ങിയെന്ന് സംശയം. കാട്ടാക്കട മണ്ഡപത്തിൻകടവ് കുന്നിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിനടുത്ത പുരയിടത്തിലാണ് പുലിയോട് സാമ്യമുള്ള എന്തോ ഒന്ന് നടന്നു പോകുന്നത് കണ്ടത്. തൊട്ടടുത്ത റബ്ബർ തോട്ടത്തിൽ സ്ഥാപിച്ച CCTV ക്യാമറയിലാണ് ദൃശ്യങ്ങൾ. സ്വാന്തന, അത് പുലിയാണോ? അസുജ, തിരുവനന്തപുരം ജില്ലയിൽ പുലി ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ പ്രദേശവാസികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെയും പങ്കുവയ്ക്കുന്നത്. സംഭവം നടന്നിരിക്കുന്നത് തിരുവനന്തപുരം കാട്ടാക്കടയ്ക്കടുത്തുള്ള മണ്ഡപത്തിൻ കടവിലാണ്. ഈ മണ്ഡപത്തിൻ കടവിൽ കുന്നിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ട് ഒരു റബ്ബർ പുരയിടമുണ്ട്. ചെറിയ റബ്ബർ തൈകൾ നട്ടിരിക്കുന്ന ഒരു പുരയിടമാണ്. ഈ പുരയിടത്തിലൂടെയാണ് പുലിയുടെ സമാനമായ ശരീരം തോന്നിക്കുന്ന ഒരു ജീവി നടന്നു പോകുന്നതായിട്ട് CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിരിക്കുന്നത്. ഈ റബ്ബർ തോട്ടത്തിന്റെ ഉടമ തന്നെയാണ് അവിടെ CCTV വെച്ചിട്ടുള്ളത്. കാരണം തൈ റബ്ബറുകളായതുകൊണ്ട് അത് ആരെങ്കിലും പറിച്ചുകൊണ്ട് പോകുമോ എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ CCTV വെച്ചത്. ഇന്ന് രാവിലെ അദ്ദേഹം എണീറ്റ് ഈ CCTV ചെക്ക് ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ പുലിക്ക് സമാനമായിട്ടുള്ള ഒരു ജീവി നടന്നു പോകുന്നത് കണ്ടത്. ഉടൻ തന്നെ ക്ഷേത്രത്തിലുള്ള ആളുകളെയും പ്രദേശവാസികളെയും ഒക്കെ വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെ അവരാണ് ഉടൻ തന്നെ വനംവകുപ്പിനെയും അതുപോലെ തന്നെ റാപ്പിഡ് റെസ്പോൺസ് ടീമിനെയും പോലീസിനെയും ഒക്കെ വിവരം അറിയിച്ചത്. ഇപ്പോൾ എന്തായാലും റാപ്പിഡ് റെസ്പോൺസ് ടീം അടക്കമുള്ള ആളുകൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ അവരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് കുറച്ച് പ്രായം കൂടിയ ലാബ്രഡോർ വിഭാഗത്തിൽപ്പെട്ട നായയാകാനുള്ള സാധ്യത അത് ഉണ്ട് എന്നാണ് പറയുന്നത്. പുലിയാണെന്ന് പൂർണ്ണമായും ഇപ്പോൾ വനംവകുപ്പ് എന്തായാലും സ്ഥിരീകരിച്ചിട്ടില്ല. കണ്ടിട്ട് പുലിയാണോ എന്ന് ഒറ്റനോട്ടത്തിൽ ഉറപ്പിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അത് പുലിയാണോ എന്ന് ഉറപ്പിക്കട്ടെ. എന്തായാലും പ്രദേശവാസികൾ പുലിയോട് സാമ്യമുണ്ട് എന്ന് പറയുകയാണ്.